ആ ഇങ്ങളെ മറ്റേ ഇൻസ്റ്റാഗ്രാമിലുള്ള ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ്. കുറേ ആൾക്കാർ ലോങ് വീഡിയോ ഒക്കെ എവിടെയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ സാഹചര്യം ഞാൻ പറഞ്ഞിരുന്നു, ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത ഒരു പ്രശ്നം. ഇനിയിപ്പോൾ ഇത് എടുക്കുമ്പോൾ വൈക്ക് വെച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട്, കാരണം സ്റ്റോറേജ് ഏറെക്കുറെ ഫുള്ളാണ്. പിന്നെ നമ്മൾ കക്കാടംപൊയിലേക്ക് പോണൊരു വ്ളോഗാണ് ഇത്. സാഹചര്യം കാരണം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു ഷോട്ട് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കോഴിക്കോട് എത്തിയതിൻ്റെ ശേഷമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു ലോങ് വീഡിയോ ആക്കിയിട്ട് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുക, ലൈക്ക് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി കണ്ടുവരും. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. സോറി, ബായ് അല്ല, കാണാം. വന്നു ഇവർക്ക് ഇവിടെ കോഴിക്കോട് എത്തി കഴിഞ്ഞാൽ വേണ്ട പൊറാട്ടയും ബീഫും മാത്രമേ ഇറങ്ങുള്ളൂ. ആർക്കും ഇറങ്ങാൻ ഞാൻ പറയുന്നില്ല. ഞാൻ പുട്ടും ബീഫാണ്. വ്ളോഗർ ഓഫ് കമ്പനി കോഴിക്കോട് ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്. എന്തിനാ പോകണെന്ന് എന്തിനാ പോണേ? നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന് പോവാണ്. അതെ, പോയിട്ട് അറിയില്ല, നിൽക്കാൻ അറിയില്ല. അറിയൂ അല്ല ഇവിടേക്ക് ഇങ്ങോട്ട് കുറച്ച് വൃത്തിയുള്ള കൂട്ടത്തിലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങേണ്ടി വരും. പിങ്ക് ഷെയ്ഡ്, ഇത് പിങ്കാണ്. എനിക്ക് കളർ കണ്ണിക്കാണ് പിങ്ക് പൊട്ട. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്ത് ചെയ്യണേ പറയേ നമ്മളിന്ന് ചെയ്യാൻ പോകാൻ പോണത് മതി ചങ്ങായി. എനിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയുള്ളൂ. തൂമഞ്ഞൽ മായല്ലേ മഞ്ഞൾ വീടല്ലേ. അപ്പൊ ഗായ്സ്, ഇന്നത്തെ ക്യാമ്പിന് മോഡലായിട്ട് വന്ന ഗസ്റ്റാണ്. അതുകൊണ്ടാണ് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ മോഡലായിട്ട് നിൽക്കുന്നത്. ക്ലോസൊക്കെ ഇട്ടിട്ട് മുക്കം. ഞാൻ ഇവിടെ ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് മരിച്ചാത്ത ഭാഗ്യം സത്യമായിട്ട് 70 80 ഒക്കെ വന്നേ. ഞാൻ വെറുതെ ബസ് എടുത്തിന്ന് പറഞ്ഞ വെറുതെ മരിച്ചു പോയി നമ്മള്. സത്യം കാണാൻ തോന്നുന്നുണ്ട്. നമ്മള് ജില്ല നമ്മളതിന് സീനൊന്നുമില്ല. ബാഡ് അടിക്കണ്ട പറഞ്ഞതോ? എന്ത് ബാഡ്? ബാഡ് അടിക്കണ്ട്. നമുക്ക് ബാഡ് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന് പോകണം, ചില്ലാക്കണം. സ്ട്രേഞ്ചേഴ്സിനായിട്ട് ചില്ലാക്കുന്നു. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ചിൽ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, ഫൈൻഡിങ് ഹാപ്പിനെസ്. സ്വിമ്മിംഗ് പൂളൊക്കെ ചാടി ഇങ്ങനെ തവള തോന്നണ മാതിരി. അതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നീർക്കോലി പോണാണ്. ഡോൾഫിൻ പോണ പോലെ ഇങ്ങനെ. ഡോൾഫിനല്ല, നീർക്കോലി അങ്ങനെ പോണാണ്. വെള്ളം ഇറങ്ങൂല, വെള്ളത്തിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോണാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഈ വീഡിയോ. ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അണ്ടർ വാട്ടർ ഷൂട്ട് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ഇല്ല, ഫോണില് വെള്ളം കയറും. ഓക്കെ, കാണാം. എന്തിനാണ് വന്നത്? നിങ്ങള് നിർബന്ധിച്ചുകൊണ്ട്. ആരെ നിർബന്ധിച്ച്? എല്ലാരും അറിഞ്ഞപ്പോ എന്താ അറിയില്ല. അന്നാരാ വിളിച്ച്? ഞാൻ കൊടൈക്കനാലിൽ നാളെ വരും. കക്കാടംപൊയില് മാമനെ പറയണേ. ആ ഓക്കെ, ഉമ്മനെ പറയാം. ആ ഓക്കെ, സെറ്റ്. എല്ലാവരും കൂടെ ജസ്റ്റ് ഇതുവരെ സ്നാപ്പ് യൂസ് ചെയ്തവരുണ്ടോ? ഉണ്ടോ? കമൻറ്റ് ചെയ്യും. പെണ്ണുകാലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ പെണ്ണുകാലം ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങണ പോലെ കാട്ടുകയാണ്. മുഖം സൂമാക്കല്ലേ? ഇല്ല, നല്ല രസമായിട്ട് ഗൈസ്. ഇവള് ഒറ്റ മൈൻഡിൽ ഞങ്ങളൊപ്പം വന്നാണ്. പക്ഷെ മേക്കപ്പ് ഒന്നും ഇടാൻ പറ്റിയില്ല, മേക്കപ്പ് സെറ്റ് എടുക്കാൻ പറ്റിയില്ല. സാബ് ഡ്രസ്സ് തരുന്നു പറഞ്ഞോണ്ട് ഞാൻ വന്നു. ഒറ്റ ഡ്രസ്സ് അല്ല, ഒറ്റ മൈൻഡിൽ ആ ഇട്ട ഡ്രസ്സ് മാത്രം ഇട്ട് വന്നതാണ്. ഇതാണ് എല്ലാ ക്യാമ്പിലും. ഗൈസ്, ഇപ്പൊ എനിക്ക് ചടച്ചാണ്.
അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് യാത്ര പോകാണ്ട് ഒരുപാട് പോകാണ്ട്. ഇങ്ങനെ ഒന്നും എടുക്കല്ലേ. ഇത് രസമുണ്ട്. ഇത് പുറത്ത് പോയിന്നാ പക്ഷെ ഇത് കോപ്പി റൈറ്റ് ഇട്ട് പാട്ട് വെച്ചാൽ അതാ പ്രശ്നം. നമ്മളോട് ഇറങ്ങിയത് ഇതെന്താ ഇങ്ങനെ എടുക്കണേ? അന്ന ഐശ്വര്യാണ് ഇപ്പൊ ഇത് വണ്ടി അടിച്ചത്. ഇതാ വേറെ ആളാ നല്ല സാബു ചെരുപ്പ് മേടിച്ചു അപ്പൊ ഇവൾക്ക് ചെരുപ്പില്ലടാ. നമ്മൾ സ്പോൺസർ ചെയ്യാണ് അവായി വെള്ള നീലി. ആ വെള്ള നീല അവായി ചെരുപ്പ്. വെള്ള നീല കേട്ടാ. നമുക്ക് ഇറച്ചില്ല. ചെറിയ കുട്ടിയാണ്. ഇറച്ചില്ല. മുന്തിരി ഉണ്ട്. മുന്തിരി എനിക്ക് പ്ലേറ്റും ഇല്ല. അടിപൊളിയാ സാബു. ഓ സ്നേഹം. ചെരുപ്പ് അങ്ങനെ നമ്മൾ ചെരുപ്പടിക്കാൻ വന്നേ. നമ്മൾ കൊളാബ് ചോദിച്ചു നോക്കാം നമുക്ക് കിട്ടുമെന്ന്. ക്രൂക്സ് വേണോ? ക്രൂക്സ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടുമ്പോൾ ഹവായി അസുഖം. അത് ബജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. കേറ്റിക്കണം എന്നാല് ഇട്ടോട്ടെ. ഇത് ശരിക്കും ഇത് മതി. ഇത് മതി. ഒരു പെട്ടിക്കടയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഫൈനലി ചെരുപ്പ് വാങ്ങി. എന്റെ സാബു മേടിച്ചു. അതെ പറഞ്ഞു വാക്ക് വലിച്ചു. ഒന്നും പാടി പറയും കേട്ടിട്ടിയോ? എന്റെ സാബു മേടിച്ചു. അതെ സാബു പറയാൻ പറഞ്ഞതാണ്. ഓനക്ക് എന്തൊക്കെ ഓനക്ക് എന്തോ അങ്ങനെ പറയണല്ലേ. അനക്ക് എന്താ വാങ്ങി തരാ പറഞ്ഞ എന്തോ ഫുഡ് വാങ്ങി തരാം. ഫ്രൂട്ടി വാങ്ങി കൊടുക്കാറുണ്ടോ? ആറ്റിറ്റ്യൂഡ് നടത്തും ബസ് സ്റ്റാൻഡിൽ നിന്ന്. ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കാണ്. ബസ് ഏതാ? ചെറിയ ഉള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, വെണ്ടക്ക 3 കിലോ 100. ഇവിടെ ഗസ്റ്റ് ആണ് വിചാരിച്ചിട്ട് ഇങ്ങനെ ചൂടെടുക്കുമ്പോ പിന്നെ എന്താട്ടാ കാറ്റിട്ടുണ്ടോ? शर्मो शर्मी में बंग है खुद से खुद की कैसी है जंग है पल पल ये दिल घबराए पल पल ये दिल शर्माए कुछ कहता है और कुछ करता है ऐसी पहेली वो दिल मर जाना पंजारा പിന്നെ സൈനവാദി ഫാത്തിമ ഫാത്തിമ എൻഗേജ്മെന്റ് ആണ് എല്ലാരും വരിക. സെക്കൻഡ് അങ്ങ് കാനഡ. അൽ കുത്തഹ.
നമ്മൾ കക്കാടമേലെത്തി നമ്മളെ ജീപ്പ് ട്രക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ അങ്ങനെ കക്കാടം പുഴയിൽ എത്തിയിട്ടുണ്ട്. പോയല്ല മലന്റെ മേലെ ആരും പുഴ വെക്കൂല. എങ്ങനെ ചളി ഇവിടെ കാരണം അങ്ങനെ ഇതാണ് ചളി, ശരിക്കുള്ള ചളി. അപ്പോൾ ഇനി നമ്മൾ അങ്ങനെ ജീപ്പിൽ കയറി അതേതാ ഒരു 3 ആണ്. ഒരിച്ചിരി എനിക്ക് എടാ ഓലിക്ക് കൊടുത്താള് വേഗം അങ്ങൊക്കെ മതിയോ? ഞാൻ കുടിച്ചിട്ടില്ലേ? ചെറിയ കുട്ടിയോളെ പോലെ അത് തിന്നരുതേ. ഈ കുടിച്ചോ? എന്തൊന്നും പാടി പറഞ്ഞു. ഇല്ല ഞാൻ പറയില്ല. ആകെ ഒരട്ടം പറയൂ. ഇവരെന്തോ വീഡിയോ കഴിച്ചേ. എക്സ്പേർട്ട് കിട്ടണില്ല ഇതിന്റെ പുളി. ഞാനിതിടും. ഓ സ്റ്റാൻഡേർഡ്. മക്കിട്ടിപ്പ് പോയി. എനിക്ക് ക്യൂ ഇല്ല. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ക്യൂ ഇല്ല. മോഡൽ സ്ഥാനാർത്ഥി റിൻഷ ക്യാമറമാൻ. നല്ല മഴ ഇത് മഴ. ഇനി നമുക്ക് ചിറാപ്പുഞ്ചിട ചിറാപ്പുഞ്ചി മഴയത്ത് അനാൻഷാന്റെ സ്ഥാനാർത്ഥി മഴ കൊണ്ടിട്ടാ പോണ്. ഇല്ല പോയി സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ എന്തൊരു സുന്ദരമാണ് ഈ മഴ. അപ്പൊ അപ്പോഴും പറഞ്ഞാണ് ഈ തേങ്ങ ഫുള്ള് മഞ്ഞ് മൂടി. അതെ ഇത് മരണപ്പാച്ചിലാണ്. അടിപൊളി ഈ വൈബ് ഇവിടെ. അപ്പൊ ഗായ്സ് നമ്മള് കൊറേ ദിക്കറും കാര്യങ്ങളൊക്കെ ചൊല്ലി ഇവിടെ എത്തിയിട്ടുണ്ട്. ആരും മരിച്ചിട്ടില്ല, ചത്തിട്ടില്ല. പക്ഷെ നല്ല വേദന ഉണ്ട് ഇവിടെ. ആ ഉണ്ട് ഇവിടെ. അടിപൊളി വൈബ്. നിങ്ങൾക്ക് ഈ വൈബ് കിട്ടിയില്ല, മിസ്സായി. അതല്ല ഫുള്ള് ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അല്ലേ? ഫുള്ള് ആണുങ്ങളാണെങ്കിൽ പ്രശ്നമില്ല. ഇവരിത് ഈ 80 കിലോനും 60 കിലോനും ഞാൻ കുറവാണ്. ഇവള് പിന്നെ ആണുങ്ങളാണ്. വണ്ടി വന്നിട്ട് വേറെ എപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും നടക്കുന്നുണ്ട്. തീരെ ആരോഗ്യമല്ല. അതെ എന്റെ കാല് കാണിച്ചു കൊടുത്ത ജിമ്മിനോ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടിത്തെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടിത്തെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അതിമനോഹരം. പിന്നെ പറയുകയാണെങ്കിൽ
ഇവർക്ക് മുതലായില്ല അതന്നെ അതന്നെ നമ്മള് എന്ത് ചെയ്യാ ഞാൻ പറയും മറന്നു ഇവിടെ എത്തിയാണ് നമുക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ടുള്ള പരിചയമില്ല എന്നാലും വെറുതെ ഇങ്ങനെ തുടങ്ങുകയാണ് അടിപൊളിക്കാരം കാണാം മുടിയൊക്കെ മഴ കഴിഞ്ഞിട്ട് ആകെ കൊളയിക്കണേ പാവന്ന് എന്തോ സ്ട്രെസ്സിന്റെ ഗുളികന്റെ വീഡിയോ ഒക്കെ ഇട്ടിക്കണേ ഭയങ്കര ഒറ്റപ്പെടലാണ് ഡിപ്രഷനാണ് ഡിപ്രഷൻ എന്ത് വേർത്തിക്കണൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്ത് വർക്ക് ചെയ്ത് നമ്മളിഞ്ഞ് പോകാൻ പോകുന്നത് പാർക്കിലോട്ടാണ് അതെ അവിടുത്തെ നമ്മൾ ഉറുസി കളിക്കും ഉരുസി കളിക്കും അപ്പോൾ ഗായ്സ് നമ്മൾ ആദ്യത്തെ ഇങ്ങനത്തെ സംസാരിച്ചിട്ടുള്ള വ്ളോഗാണ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് കാർത്തിക് സൂര്യൻ്റെ ഒക്കെ പോലെ ഇങ്ങനെ പറയണ ആദ്യത്തെ വ്ളോഗാണ് അപ്പോൾ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും ക്ഷമിക്കൊന്നും ക്ഷമിക്കുക വേറെ രണ്ട് വ്ളോഗ് എല്ലായിടത്തും വ്ളോഗർമാരെ മ്യൂസീഷ്യൻ ആ ഇങ്ങനെ മറ്റേ ഇൻസ്റ്റാഗ്രാമിലുള്ള ശരിയല്ലേ ബിഗ് ഫാൻ നമുക്ക് വേണമെങ്കിൽ പോവാം എവിടേക്കോ പോയി ക്യാമറ അപ്പോൾ കക്കാടംപൊയിലുള്ള ചിൽഡ്രൻസ് പാർക്കിലോട്ട് കുറേ ചിൽഡ്രൻസ് കയറിയിട്ടുണ്ട് ഇതൊക്കെയാണ് അവിടുത്തെ ചിൽഡ്രൻസ് നമുക്ക് വല്ല സ്പീഡിൽ ഇറക്കിയാലോ സ്പീഡിൽ ഇറക്കട്ടെ പേടിച്ചു അയ്യേ ആകെ നഞ്ഞു ഇതിപ്പോ പൊളിയാണ് ചളിയില്ല താറാവ് ഒന്നോ കേട്ടോ നോട്ടെ മൊണ്ണ 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 1 മൊണ്ണ 2 മൊണ്ണ 3 അപ്പൊ ഗൈസ് അപ്രതീക്ഷിതമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ ദിൽഷായിന്റെ കൂട്ടർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ കയറാൻ പറ്റുമോ ചീത്തേക്കോ അല്ല സൂചിക്ക് എങ്ങനെയാണ് ഇരിക്കണേ എങ്ങനെയാണ് ആനപ്പുറത്ത് ഇരിക്കണേ അപ്പൊ പൂരത്തിനൊക്കെ കാണാൻ ആനപ്പുറത്ത് ഇരിക്കണേ ഭയങ്കര ഇടങ്ങറാട്ടോ ഇതിന്റെ മേലെ കയറണേ ഇതിന്റെ ഇടയിൽ കൂടെ കുലുങ്ങിയാല് പിന്നെ നമ്മളെങ്ങനെ ഇതിന് ഇരിക്കുക അപ്പളുണ്ട് അതേ മണ്ട ബുദ്ധില്ല രണ്ടാളും കൂടി ആനപ്പുറത്ത് ഇറങ്ങി താത്ത ഇറങ്ങാൻ പറ അതുകൊണ്ട് ഞങ്ങളെ അതെ നമ്മളിനി കാണാൻ പോകുന്നത് തന്ത ഒരു ആനപ്പുറത്ത് അല്ലേ
ആന സംഭവം എടാ ഞാനെടാ എടാ ആലോചിക്ക്. കാറിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, യൂട്യൂബിലുണ്ട്. പിന്നെ എവിടെ ഉള്ളത്? ഇവിടെ ഉണ്ട്. അതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ട്രഷർ ഹണ്ടിലുള്ള ഉദാഹരണം. മതിൽ ചാടണം. അയ്യ അവിടുന്ന് ഞാനായിട്ട് ചാടിയാ നമുക്ക് ഇവിടെ കയറുന്നാല് എടാ ഓരൊക്കെ ഫിഷസ് അല്ല, അത് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, യൂട്യൂബിലുണ്ട്. ഇവിടെ ഇതില് 3 ലൈനിലോ ഉള്ളൊരു സാധനം ഉണ്ടാവും. അപ്പൊ അടുത്ത ക്ലൂ കിട്ടും. നിങ്ങൾ അവിടെ എത്തുമ്പോ അടുത്ത ക്ലൂ കിട്ടും. ചിലപ്പോ കാറിലുണ്ടാവും, ചിലപ്പോ ഇൻസ്റ്റയിലും. അല്ല ഇതില് എല്ലാം കൂടി ഈ കാര്യം ഉണ്ടല്ലോ, ഒരു ഇതുണ്ട്, ഇൻസ്റ്റയിലും ഉണ്ട്. അതന്നെ ഞാൻ പറഞ്ഞേ. ഞാൻ എല്ലാം ചെയ്യണ്ടാ. എന്തെയ്യാ ഇതില് ഒരുപാട് ഉണ്ടാവുന്ന സാധനം ഇരിക്കും. ഞാന് കാറ് ഇവര് തീരെ എനർജി ഇല്ല, തീരെ എനർജി ഇല്ല. മന്തി മേടിച്ചാ ഞാൻ അവലൊക്കെ മേടിച്ചു തരും. എന്ത് എത്ര തരും? എത്ര വേണം? ഞങ്ങളാണ് ഇപ്പൊ ഫ്രണ്ടിൽ നിൽക്കണത്. നിങ്ങളൊക്കെ ഫേക്കാ. എന്ത് സംഭവം? ഇവിടെ അങ്ങനത്തെ ബന്ധോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളാണിപ്പോ ഏറ്റവും ഫ്രണ്ടിലുള്ളത്. അടുത്ത ക്ലൂവിന് വേണ്ടിയിട്ട് പോവാണ്. ഇപ്പൊ കത്തണുണ്ടോന്ന് അറിയാം. അടുത്ത ക്ലൂ കിട്ടിയത് കത്തുന്നുണ്ട് എന്നിട്ടോ, പക്ഷെ ഇപ്പൊ കത്തണില്ല. മഴ ആയത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റൂല. എന്നാലും നോക്കാം. ഞങ്ങളുടെ അടുത്ത് എത്താൻ പറ്റൂല. നമ്മള് നാലെത്തിയടാ. ഞങ്ങൾ അതിനെക്കാട്ടിലും മേലായി. അപ്പൊ ഗൈസ് നമുക്ക് ഫയർ എഞ്ചിന് വന്ന് സാധനം കിട്ടിയിട്ടില്ല. ചെക്ക് ചെയ്തോണ്ടിരിക്കാണ്. ഇപ്പൊ കൺഫ്യൂഷൻ ആക്കാനാണോ അറിയില്ല. നോക്കി നോക്കാം. സക്സസ്ഫുള്ളി നമ്മൾ തോറ്റിരിക്കുകയാണ്. ലാസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ തോറ്റു. അതെ, അതെ, അതാണ് വിജയത്തിന്റെ മുന്നിൽ. നമ്മൾ ഡയറി മിൽക്ക് മേടിക്കും, ബബിള് മേടിക്കും. കിട്ടിയേ ആർക്കും തീരെ എനർജി ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. തപ്പി പിടിച്ചോരല്ലേ കിട്ടി. ചെറുത് ചെറിയ ഉള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, വെണ്ടക്ക 3 കിലോ 100. ബീട്രൂട്ട് 3 കിലോ 100. ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷല്ലേ? മലയാളം സാധനം പോട്ടെ, ഒന്നുമല്ലേ. കേട്ടേ ഒരു കള്ളക്കളി.
സിമ്മല്ലേ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ എന്നിട്ട് ഓലോട് മിണ്ടരുത് പറയാം. ആ ഞങ്ങൾക്ക് വായിക്കാറില്ലേന്ന് അതാ കാണിച്ചത്. ഇനി മുണ്ടരുത് ഇത് നോക്കിയിട്ട് മനസ്സിൽ ചൂസ് ചെയ്യും. ഓള് കണ്ടോട്ടെ അല്ല കണ്ടോട്ടെ. ഞാൻ കാണിരുന്നാ എനിക്ക് എല്ലാവരും ചൂസ് ചെയ്തിട്ട് 10ാമത്തെ പത്തില്ല അതിനകത്ത് ഇതൊന്നും കാണില്ല സന. വായിക്കരുതേ അത് അതിങ്ങനെ മനസ്സിൽ നോക്കിയാൽ മതി. നോക്കട്ടെ വായിക്കാറിയോ? മനസ്സിലായില്ലേ? ടീമിന് ഡയർ ഉണ്ടാവട്ടോ. ഈ ടീം എന്ത് പറയണോ ആ ഡയർ ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ്. ഓക്കെ 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 അവിടെ പറഞ്ഞില്ല കണ്ടോ സത്യം എന്താണ് അപ്പൊ ഓർക്കില്ല. മലയാളം മലയാളം മീഡിയം മീഡിയം എത്ര വേർഡ്സ് ഉണ്ട്? ഒരു വീട്ടിലെ ചിഹ്നം മലയാളം ഇപ്പൊ അടി ഇനി വർത്താനല്ലേ വർത്താനം പറഞ്ഞ കഴിഞ്ഞു. ശബ്ദം ഉണ്ടാക്കരുതേ. ഒന്നുമില്ല. അടി എന്ത് സ്പീഡാക്കി കമ്മറ്റി പക 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 എന്താ ഉദ്ദേശം എന്താ? അക്ഷരം ഇവിടെ നഴ്സറിത്തെ കുട്ടികളൊക്കെ ഉണ്ട്. തെങ്കാശി പാടണം. ഇതിപ്പോ ഏത് തേനാ? പേരുണ്ടോ? തേനാണോ? തെങ്കാവർത്തനം. അഭിനയിക്കണ്ട. പറഞ്ഞിവിടെ വീഡിയോ ചൂടാക്കിയാ മതി. ഇവിടെ സാറാണ് കേട്ടോ പഠിപ്പിക്കാൻ. ആ എനിക്ക് വായിക്കാൻ മലയാളം നമ്മളെല്ലാരും മൊണ്ണാളെ വേണ്ടി മാത്രം. ഞങ്ങൾക്ക് പച്ചമലയാളം അറിയാം. പച്ചമലയാളം അറിയാം. ഇംഗ്ലീഷ് അതെ സമയം ഇവിടെ എത്രയായി? ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. ആ ഇതിന്റെ സ്റ്റോറേജ് ഫുള്ളായി. അപ്പൊ ഇനി ഇത് അപ്ലോഡ് ചെയ്തതിനു ശേഷം അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പോ ബൈ ഓൺ ദ വേ. അപ്പൊ എല്ലാരും ഫോളോ എന്നാണ് വരുന്നത്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ എന്റെ ചാനലും ബെൽ ബട്ടൺ ടിണ്ടി ആക്കുക. ലൈക്ക് ഇടണം എന്തായാലും. ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ഡിസ്ലൈക്ക് ചെയ്തു. പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ആയിക്കോ. അപ്പൊ ഇവന്റെ ഫോണിലെ വീഡിയോ എടുക്കാം. ഓൺ ചെയ്ത് തന്നെയാണ്. ബൈ.